എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ 4ാമത്തെ മൊഡ്യൂളായ ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ബാങ്ക് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ വാസ്? ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770, ഓപ്ഷൻ ബി ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1786, ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1806, ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇയർ വരുന്നത് 1770 ആണ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആക്ട് ലെഡ് ടു ദ നാഷണലൈസേഷൻ ഓഫ് 14 മേജർ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഇൻ 1969? ഓപ്ഷൻ എ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, ഓപ്ഷൻ ബി കമ്പനീസ് ആക്ട് 1956, ഓപ്ഷൻ സി ബാങ്കിംഗ് കമ്പനീസ് അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് 1970, ഓപ്ഷൻ ഡി RBI ആക്ട് 1934. അപ്പൊ ഇന്ത്യയിൽ 1969 14 മേജർ ബാങ്ക്സിനെ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാങ്കിംഗ് കമ്പനീസ് അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട് 1970 ആണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഇൻ? ഓപ്ഷൻ എ 1935, ഓപ്ഷൻ ബി 1949, ഓപ്ഷൻ സി 1969, ഓപ്ഷൻ ഡി 1991. അപ്പൊ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത് 1949 കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 ഈ 2 ഇയർ ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ ബി HDFC ബാങ്ക്, ഓപ്ഷൻ സി ബാങ്ക് ഓഫ് ബറോഡ, ഓപ്ഷൻ ഡി കനറ ബാങ്ക്. അപ്പൊ താഴെ തന്നതില് പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലാത്തത് ഏതാണ്? HDFC ബാങ്ക് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കിയൊക്കെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ന്യൂ ജനറേഷൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ ലൈസൻസ്ഡ് അണ്ടർ? ഓപ്ഷൻ എ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, ഓപ്ഷൻ ബി കമ്പനീസ് ആക്ട് 2013, ഓപ്ഷൻ സി പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. അപ്പൊ ഇന്ത്യയിൽ ന്യൂ ജനറേഷൻ ബാങ്ക്സിന് ലൈസൻസ് കൊടുക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949. അടുത്ത ചോദ്യം, ആറാമത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോർ ബാങ്കിംഗ് സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ എ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്, ഓപ്ഷൻ ബി സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ ആൻഡ് റിയൽ ടൈം എക്സ്ചേഞ്ച്, ഓപ്ഷൻ ഡി കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ആണ് കോർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ. ഏഴാമത്തെ ചോദ്യം, വിച്ച് സിസ്റ്റം അലൗസ് സെയിം ഡേ ഫണ്ട് ട്രാൻസ്ഫർ ബട്ട് വിത്ത് എ മിനിമം ലിമിറ്റ് ഓഫ് 2 lakh? അതായത് ഓൺലൈൻ ആയിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. അതിൽ ഒരു മെത്തേഡില് ഫണ്ട് സെയിം ദിവസം തന്നെ ട്രാൻസ്ഫർ ആവും, പക്ഷെ മിനിമം ലിമിറ്റ് 2 lakh ആണ്. അത് ഏത് സിസ്റ്റം എന്നാണ് ചോദിച്ചത്. അത് RTGS ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ. RTGS നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. എട്ടാമത്തെ ചോദ്യം, ഷിഫ്റ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ? ഓപ്ഷൻ എ ഡൊമസ്റ്റിക് ഫണ്ട് ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി ഇന്റർനാഷണൽ ഫണ്ട് ട്രാൻസ്ഫർ, ഓപ്ഷൻ സി മൊബൈൽ ബാങ്കിംഗ്, ഓപ്ഷൻ ഡി റീറ്റെയിൽ ബാങ്കിംഗ്. ഷിഫ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇന്റർനാഷണൽ ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, മാക്സിമം ലിമിറ്റ് ഫോർ NEFT ട്രാൻസാക്ഷൻ ഈസ്? ഓപ്ഷൻ എ 1 lakh, ഓപ്ഷൻ ബി 2 lakh, ഓപ്ഷൻ സി നോ ലിമിറ്റ്, ഓപ്ഷൻ ഡി 10 lakh. അതായത് ഓൺലൈൻ ആയിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് NEFT. അതേപോലെ തന്നെ RTGS. അതിൽ NEFTയുടെ മാക്സിമം ലിമിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലിമിറ്റ് ഇല്ല കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കണേ. അതായത് എത്ര ഫണ്ട് വേണമെങ്കിലും NEFTയിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പത്താമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മൊബൈൽ ബാങ്കിംഗ്? ഓപ്ഷൻ എ ബാലൻസ് എൻക്വയറി, ഓപ്ഷൻ ബി ചെക്ക് ബുക്ക് റിക്വസ്റ്റ്, ഓപ്ഷൻ സി ക്യാഷ് വിത്ഡ്രോവൽ വിത്തൗട്ട് ATM, ഓപ്ഷൻ ഡി ഫണ്ട് ട്രാൻസ്ഫർ ആയ IMPS. മൊബൈൽ ബാങ്കിങ്ങിന്റെ ഫീച്ചേഴ്സിൽ വരാത്തത് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. സിമ്പിൾ ആണ് അല്ലെ. ക്യാഷ് വിത്ഡ്രോവൽ വിത്തൗട്ട് ATM ആണ്. 11ാമത്തെ ചോദ്യം, വിച്ച് സിസ്റ്റം അലൗസ് ഓട്ടോമേറ്റഡ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓഫ് റിക്കറിംഗ് പേയ്മെന്റ്സ് ലൈക്ക് സാലറി? അതായത് ഓട്ടോമേറ്റഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് റിക്കറിംഗ് പേയ്മെന്റ് അല്ലെങ്കിൽ ബൾക്ക് പേയ്മെന്റ് ഏത് സിസ്റ്റം ആണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ RTGS, ഓപ്ഷൻ ബി NEFT, ഓപ്ഷൻ സി ECS, ഓപ്ഷൻ ഡി IMPS. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം ആണ്. ഓക്കെ. 12ാമത്തെ ചോദ്യം, ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ can award compensation up to? ഓപ്ഷൻ എ 10 lakh, ഓപ്ഷൻ ബി 20 lakh, ഓപ്ഷൻ സി 1 crore, ഓപ്ഷൻ ഡി നോ ലിമിറ്റഡ് ഫണ്ട് ലിമിറ്റ് അല്ലെങ്കിൽ നോ ഫിക്സഡ് ലിമിറ്റ്. ഓക്കെ. അപ്പൊ ബാങ്കിംഗ് ഓംബുഡ്സ്മാന്
ഈ പരാതികളിലൊക്കെ കോമ്പൻസേഷൻ അവാർഡ് ചെയ്യും. മാക്സിമം എത്ര എമൗണ്ട് വരെ ആവാന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 20 ലക്ഷമാണ് കേട്ടോ. ദെൻ 13ാമത്തെ ചോദ്യം, ഹു അപ്പോയിന്റ് ദ ബാങ്ക് ഓംബുഡ്സ്മാൻ ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഓപ്ഷൻ ബി സെബി, ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. അപ്പൊ ഇന്ത്യയിൽ ബാങ്ക് ഓംബുഡ്സ്മാൻ അപ്പോയിന്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. 14ാമത്തെ ചോദ്യം, വിച്ച് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ in 1987? Option A SBI, option B HSBC, ഓപ്ഷൻ സി ICICI, ഓപ്ഷൻ ഡി സിറ്റി ബാങ്ക്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ATM ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ്? HSBC ആണ് കേട്ടോ. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം, IMPS സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ എ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്, ഓപ്ഷൻ ബി ഇന്റർ ബാങ്ക് മൊബൈൽ പേയ്മെന്റ് സർവീസ്, ഓപ്ഷൻ സി ഇൻസ്റ്റന്റ് മണി പേയ്മെന്റ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഇന്ത്യൻ മൊബൈൽ പേയ്മെന്റ് സ്കീം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇന്റർ ബാങ്ക് മൊബൈൽ പേയ്മെന്റ് സർവീസ് ആണ്. 16ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ വാസ്? ഓപ്ഷൻ എ HDFC, ഓപ്ഷൻ ബി ICICI ബാങ്ക്, ഓപ്ഷൻ സി ആക്സിസ് ബാങ്ക്, ഓപ്ഷൻ ഡി ഇന്ദു ബാങ്ക്. ഇതില് ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ICICI ബാങ്ക് ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ ഇതേപോലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.